ഇന്ന് ചക്ക വെച്ചിട്ടൊരു മധുരായാലോ? 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചക്കൻ്റെ കൂടെ നമുക്ക് നേന്ത്രപ്പഴം കൂടെ വേണം കേട്ടോ. ചക്ക ആയാലും നേന്ത്രപ്പഴമായാലും നല്ല പഴുത്ത മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള ചക്ക കുരുയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പഴം ചെറുതാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ നെയ്യാണ് ആഡ് ചെയ്തത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമ്മുടെ കയ്യിൽ ഏതാണ് ഉള്ളത് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വെച്ചാൽ അത് ആഡ് ചെയ്യാം. പഴമിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ആ ചക്കയിലും പഴത്തിലും നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിൻ്റെ അരപ്പ് ഒഴിക്കാനല്ല, നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം തേങ്ങ ചിരുകിയത് വേണം പാലെടുക്കാൻ. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ പാലെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചക്കയും അതുപോലെ നേന്ത്രപ്പഴം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ പൊടി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ കുറുകി ഇങ്ങനെ വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ഏത്തപ്പഴം കൊതിപ്പിച്ചത്. സംഭവം ആ ഒരു പേരിനെ പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവും. മാത്രമല്ല ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കിയാൽ മതി. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. പാത്രം കാലിയാകുന്ന വഴി കാണൂല. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊരു മധുരത്തിനൊക്കെ പൂതി വരുമല്ലോ, ആ ഒരു സമയത്തും ഇത് അടിപൊളിയാട്ടോ. ഇന്ന സമയമൊന്നുമില്ല, നമുക്ക് എപ്പോഴാണ് പൂതിയാകുന്നത് വെച്ചാൽ അപ്പോൾ ഒക്കെ കഴിക്കും. ഇത് ഷെഫ് പിള്ളൻ്റെ റെസിപ്പിയാട്ടോ. അപ്പോൾ എങ്ങനെയാ ട്രൈ ആക്കല്ലേ? അപ്പോൾ വേഗം തന്നെ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. ടാറ്റാ ബൈ ബൈ.